ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ 45ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റു. ആന്റോണിയോ ഗുട്ടറസ്, ഐക്യരാഷ്ട്രസഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ. ഐക്യരാഷ്ട്രസഭ 2017 ഇന്റർനാഷണൽ ഇയർ ഫോർ സസ്റ്റൈനബിൾ ടൂറിസം ഫോർ ഡെവലപ്മെന്റ് ആയി പ്രഖ്യാപിച്ചു. ടൂറിസം പരിസ്ഥിതിയെയും സംസ്കാരത്തെയുമെല്ലാം ദോഷകരമായി ബാധിച്ചിരിക്കുന്നു. ഇതിനെതിരെയുള്ള ബോധവൽക്കരണവുമായാണ് 2017 സുസ്ഥിര ടൂറിസം വർഷമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത്. 2016 ഇന്റർനാഷണൽ ഇയർ ഓഫ് പൾസസ് ആയാണ് യുണൈറ്റഡ് നേഷൻസ് അതായത് ഐക്യരാഷ്ട്രസഭ ആചരിച്ചത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിൻ്റെ WHO നിലവിലെ പ്രസിഡന്റ് ഡോക്ടർ മാർഗരറ്റ് ചാൻ. ആസ്ഥാനം ജനീവ. സ്ഥാപിതമായത് 1948 ഏപ്രിൽ 7. ലോകാരോഗ്യ സംഘടന ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14. 2016 ലോകാരോഗ്യ സംഘടന എബോള എന്ന രോഗത്തിനെതിരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജിം യോങ് കിം നിലവിലെ ലോകബാങ്ക് പ്രസിഡന്റ്. ലോകബാങ്കിന്റെ 12ാം പ്രസിഡന്റാണ്. സൗദി അറേബ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് ഏപ്രിൽ 3 സമ്മാനിച്ചു. ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖെഖാർ ഇന്ത്യയുടെ 44ാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യ ആദ്യമായി ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നു. 2017 ഒക്ടോബർ 6 മുതൽ 28 വരെ 6 നഗരങ്ങളിലായി അണ്ടർ-17 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കും. കൊച്ചി, കൊൽക്കത്ത, ന്യൂഡൽഹി, മുംബൈ, ഗോവ, ഗുവാഹട്ടി ഇവിടങ്ങളിലൊക്കെയാണ് അണ്ടർ-17 ഫുട്ബോൾ മത്സരം നടക്കുന്നത്. മാർഗരറ്റ് താച്ചർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാവാൻ അവസരം ലഭിച്ച ആദ്യ വനിത. തെരേസ മെയ് നിലവിലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. മാർഗരറ്റ് താച്ചർക്കു ശേഷം ബ്രിട്ടനെ നയിക്കാൻ അവസരം ലഭിച്ച വനിതയാണ് മെയ്. ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ് ജനുവരി 11 പ്രഖ്യാപിച്ചു. ദ റെവനന്റ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സംവിധായകൻ, നടൻ ഉൾപ്പെടെ 3 അവാർഡുകൾ ദ റെവനന്റ് സ്വന്തമാക്കി. ലിയനാർഡോ കാപ്രിയോ ആണ് മികച്ച നടൻ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സിലെ മികച്ച നടനാണ്.
ബ്രൈ ലാർസൺ മികച്ച നടി. ദിൽമ റൂസഫ് ബ്രസീലിലെ ആദ്യ വനിതാ പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കി. ബ്രസീലിലെ ആദ്യ വനിതാ പ്രസിഡന്റ് ദിൽമ റൂസഫിനെ ഇംപീച്ച്മെന്റിലൂടെ സെനറ്റ് പുറത്താക്കി. ഇന്ത്യയുടെ ഏറ്റവും വേഗതയേറിയ ട്രെയിനായ ഗതിമാൻ എക്സ്പ്രസ് ഡൽഹി മുതൽ ആഗ്ര വരെയാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത്. മണിക്കൂറിൽ 160 കിലോമീറ്ററാണ് ഗതിമാൻ എക്സ്പ്രസിന്റെ പരമാവധി വേഗത. ചണ്ഡീഗഡ് ഇന്ത്യയിലെ ആദ്യ മണ്ണെണ്ണമുക്ത നഗരം. ചണ്ഡീഗഡിനെ ഇന്ത്യയിലെ ആദ്യ മണ്ണെണ്ണമുക്ത നഗരമായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധത്തിന്റെ 60ാം വാർഷികത്തിന്റെ ഭാഗമായി ഒമാൻ പ്രത്യേക പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കി. താജ്മഹാളും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും ഒമാനിന്റെ മസ്കറ്റ് ഗേറ്റും ഗ്രാൻഡ് മോസ്കുമാണ് സ്റ്റാമ്പിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ ചെറു ബാങ്ക്. ഇന്ത്യയിലെ ആദ്യ ചെറു ബാങ്കായ പഞ്ചാബ് ആസ്ഥാനമായുള്ള ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചു. ദാരിദ്ര്യരേഖയ്ക്കു താഴെയുള്ളവർക്ക് പാചകവാതകം നൽകുന്ന പദ്ധതിയായ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ആരംഭിച്ചു. ഉത്തർപ്രദേശിലെ ബാലിയയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത് ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവി. എയർ മാർഷൽ ബീരേന്ദർ സിംഗ് ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ മേധാവി. ഭാവന കാന്ത്, അവനി ചതുർവേദി, മോഹൻ സിംഗ് എന്നിവർ ഇന്ത്യയുടെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് എന്ന നേട്ടത്തിന് അർഹരായി. രാജേഷ് കുമാർ ചതുർവേദിയെ CBSEയുടെ പുതിയ ചെയർമാനായി കേന്ദ്ര സർക്കാർ നിയമിച്ചു. വാർത്താവിനിമയ മന്ത്രാലയത്തെ ഭേദിച്ച് കേന്ദ്ര സർക്കാർ പുതിയ മന്ത്രാലയമുണ്ടാക്കി. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് എന്നതാണ് പുതിയ പേര്. ആധാറിന്റെ കാര്യങ്ങൾ നോക്കുകയാണ് പ്രധാന ചുമതല. ത്രിപുരയിൽ നിന്നും ആദ്യ യാത്രാ തീവണ്ടി സർവീസ് ആരംഭിച്ചു. ത്രിപുര സുന്ദരി എക്സ്പ്രസ് എന്നാണ് തീവണ്ടിയുടെ പേര്. ഇറോം ശർമിള ചാനു മണിപ്പൂരിലെ ഉരുക്കു വനിത. 16 വർഷത്തെ നിരാഹാരം അവസാനിപ്പിച്ചു. മണിപ്പൂരിലെ പോലീസിന് നൽകിയ പ്രത്യേക പദവിയായ അഫ്സ്പ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു നിരാഹാരം. മണിപ്പൂരിലെ ഉരുക്കു വനിതയായ ഇറോം ശർമിള പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപവത്കരിച്ചു. പീപ്പിൾസ് റിസർജൻസ് ആൻഡ് ജസ്റ്റിസ് അലയൻസ്, പ്രജ ആണ് അതിൻ്റെ ഷോർട്ട് ഫോം.
എന്ന പേരിട്ടിരിക്കുന്ന പാർട്ടി ഒക്ടോബർ 18-നാണ് രൂപവത്കരിച്ചത്. ശ്രീ ഊർജിത് പട്ടേൽ. ഇന്ത്യൻ റിസർവ് ബാങ്ക് ഗവർണറായി ഊർജിത് പട്ടേൽ അധികാരമേറ്റു. പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന പ്രഥമ വിവര റിപ്പോർട്ടുകൾ, അതായത് FIR, 24 മണിക്കൂറിനകം വെബ്സൈറ്റിൽ നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വസതിയായ 7 റേസ് കോഴ്സ് റോഡ്, അതിൻ്റെ പേര് മാറ്റി ഇപ്പോൾ അറിയപ്പെടുന്നത് 7 ലോക് കല്യാൺ മാർഗ് എന്നാണ്. വർധ സൈക്ലോൺ, അതായത് വർധ ചുഴലിക്കാറ്റ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ ശക്തി പ്രാപിച്ച ചുഴലിക്കാറ്റ്, വർധ ചുഴലിക്കാറ്റ്. മണിക്കൂറിൽ 120 മുതൽ 130 km/h ആണ് വേഗതയിലാണ് കാറ്റ് വീശുന്നത്. ഏഷ്യ പസഫിക് സൂപ്പർ മിഡിൽ വെയ്റ്റ് കിരീടം ഇന്ത്യൻ ബോക്സർ വിജേന്ദർ സിംഗ് നിലനിർത്തി. വിജേന്ദറിന്റെ തുടർച്ചയായ 8ാം വിജയമാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത കിരീടം നേടി. ബെൽജിയത്തെ തോൽപ്പിച്ച് ഇന്ത്യൻ ജൂനിയർ ടീം ഹോക്കി ലോകകപ്പ് നേടി. പ്രശസ്ത നർത്തകിയും ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ശ്രീ വിക്രം സാരാഭായിയുടെ ഭാര്യയുമായ മൃണാളിനി സാരാഭായി അന്തരിച്ചു. ശ്രീ മൃണാളിനി സാരാഭായിയുടെ ആത്മകഥയുടെ പേരാണ് ഹൃദയത്തിൻ്റെ സ്വരം. ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റിൽ 300 വിജയങ്ങൾ നേടുന്ന ആദ്യ പുരുഷ താരമെന്ന റെക്കോർഡ് സ്വിസ് താരം റോജർ ഫെഡറർക്ക്. റൈസ് ഇയർ ഓഫ് കേരള ചിങ്ങം 1 മുതൽ, അതായത് 2016 ഓഗസ്റ്റ് 17 മുതൽ ഒരു വർഷം കേരള സർക്കാർ നെല്ല് വർഷമായി ആചരിക്കുന്നു. 2015 JC ഡാനിയൽ പുരസ്കാരത്തിന് തിരക്കഥാകൃത്തും സംവിധായകനുമായ KG ജോർജ് അർഹനായി. മണിപ്പൂർ സംസ്ഥാനത്തിന് പുതുതായി 7 ജില്ലകൾ കൂടി രൂപവത്കരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ആകെ ജില്ലകളുടെ എണ്ണം 16 ആയി. ബംഗാളി കവിയും നിരൂപകനുമായ ശംഖ് ഘോഷിന് 2016 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. 11 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. പ്രഭാവർമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. അദ്ദേഹത്തിൻ്റെ ശ്യാമ മാധവം എന്ന ഖണ്ഡകാവ്യത്തിനാണ് പുരസ്കാരം.